ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കളമശ്ശേരി HMT ജംഗ്ഷനിൽ നിന്ന് 4 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്നൊരു 4 ബെഡ്റൂം മനോഹരമായൊരു വീടിൻ്റെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 4650 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2150 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ഇടപ്പള്ളിയിലേക്ക് 8 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററും കൊച്ചിൻ മെഡിക്കൽ കോളേജിലേക്ക് 2 കിലോമീറ്ററും ന്യൂവാൽസ് ലോ കോളേജിലേക്ക് 1 കിലോമീറ്ററുമാണ് വരുന്നത്. ഏകദേശം 30ഓളം വീടുകൾ വരുന്ന വലിയൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ വീട് വരുന്നത്. LED ലൈറ്റൊക്കെ കൊടുത്തുകൊണ്ടുള്ള മനോഹരമായൊരു ചുറ്റുമതിൽ നമുക്കിവിടെ കാണാം. CNC കട്ടിംഗ് ഒക്കെ നൽകി GA ട്യൂബിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്നത് ഈ വീടിൻ്റെ വിശാലമായ മുറ്റത്തേക്കാണ്. വലിയൊരു പാർക്കിംഗ് ഏരിയ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. 3-4 വണ്ടികളൊക്കെ ഒരേ സമയം സുഖമായി നമുക്ക് ഈ വീട്ടുമുറ്റത്തിടാവുന്നതാണ്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിൻ്റെ കിണർ സ്ഥാപിച്ചിരിക്കുന്നത്. വീടിൻ്റെ സൈഡ് ഭാഗത്തെല്ലാം നല്ല രീതിയിൽ തന്നെ സ്പേസ് വിട്ടുകൊണ്ടാണ് വീട് പണിതിരിക്കുന്നത്. ഫ്രണ്ട് എലവേഷന് ഭംഗി കൂട്ടുന്നതിനായി നല്ലൊരു ടെക്സ്ചർ ഡിസൈനൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഗ്രാനൈറ്റ് ലുക്ക് ലഭിക്കുന്ന പ്രീമിയം മോഡൽ ടൈൽസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 2 പാളികളിലായി നല്ലൊരു ഡിസൈൻ വർക്കിൽ തന്നെയാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിൻ്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. ആദ്യമായി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. വലിയൊരു സോഫ സെറ്റി നമുക്ക് ഈ ലിവിംഗ് ഏരിയയിൽ സുഖമായി ഇടാവുന്നതാണ്. അല്പം ഒരു വെറൈറ്റി ഡിസൈനിൽ തന്നെയാണ് TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് വളരെ സിമ്പിളായി തന്നെ നല്ലൊരു സീലിംഗ് വർക്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. 10 അതിൽ കൂടുതൽ ആളുകൾക്കോ ഒരേ സമയം ഇരിക്കാവുന്നത്ര സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കും ഇവിടെ നമുക്ക് കാണാം. സ്റ്റെയർവേക്ക് താഴെയായി വരുന്ന ഭാഗം വളരെ ഭംഗിയായി തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വിശാലമായൊരു വാഷ് കൗണ്ടർ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകി സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സോട് കൂടി തന്നെയാണ് ഇവിടെ വാഷ് കൗണ്ടർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. വളരെ വലിയൊരു ഓപ്പൺ ഫ്രണ്ടേജ് ലഭിക്കുന്ന ഒരു കിച്ചനാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. കിച്ചണിലേക്കുള്ള എൻട്രൻസിൻ്റെ പകുതി ഭാഗവും വലിയൊരു ക്രോക്കറി യൂണിറ്റും നൽകി ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ബിൽഡർ കൊടുത്തിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ ബിൽഡർ കൊടുത്തിരിക്കുന്നത്. ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രീൻ കളറുകളാണ് കിച്ചൺ കബോർഡിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചിമ്മിണിയും ബിൽഡർ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ബെഡ്റൂമിൻ്റെ ഒരു കോർണറിലായി 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ നൽകിയിട്ടുണ്ട്. നല്ലൊരു സീലിംഗ് വർക്കും അതോടൊപ്പം തന്നെ ഒരു ഫാനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ബാത്റൂം ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഒരു ഹീറ്ററും നൽകിയിട്ടുണ്ട്. പ്രീമിയം ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നതും. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് പോയി നോക്കാം. മുഴുവനായി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെയാണ് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ലൊരു LED പ്രൊഫൈൽ ലൈറ്റ് ഡിസൈനും ഈ ഭാഗത്തായി നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസ് ആണ്. ഇവിടെ ഒരു TV യൂണിറ്റും നൽകിയിട്ടുണ്ട്. അകത്തുനിന്ന് തന്നെ സ്റ്റെയർ റൂം പണിത് സെപ്പറേറ്റ് ആക്കി തന്നെയാണ് റൂഫ് ടോപ്പിലേക്ക് പോകാനുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. താഴത്തെ നിലയിൽ കണ്ടതുപോലെ തന്നെ 12 അടിയോളം നീളത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെ ഇവിടെയും നൽകിയിട്ടുണ്ട്. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റും സീലിംഗ് ഫാനൊക്കെ ഈ റൂമിൽ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഈ ബാത്റൂം ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 11 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. 4 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് മനോഹരമാക്കി തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. വുഡൻ ഡിസൈനൊക്കെ കൊടുത്ത് വെറൈറ്റി ആക്കി തന്നെയാണ് ഈ ബാത്റൂമും ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം.
ഏകദേശം 11 അടിയോളം നീളത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബാണ് ഈ റൂമിൽ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. ടഫൻ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പവും ഭംഗിയുമുള്ള ഒരു ചെടിയും ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ വില്ല പ്രൊജക്റ്റിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്ന വീട് ഇത് തന്നെയാണ്. വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 4,650 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2,150 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.